നമസ്കാരം. ചാണ്ടി ഉമ്മനെ അനുകൂലിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നതാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പുതിയ രീതി. മുൻനിര നേതാക്കന്മാർ എല്ലാം ചാണ്ടിക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് ഭാവിച്ചാണ് ഇപ്പോൾ പണി കൊടുത്തു വരുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും പുറകെ നിന്ന് പാര പണിയുന്നുണ്ടെന്ന് അവർക്കിടയിലുള്ള ആളുകൾ തന്നെ പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ ഉന്നയിച്ച ആരോപണങ്ങളെ ചാനൽ ചർച്ചയിൽ അനുകൂലിച്ചു എന്ന പേരിൽ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് മാധ്യമ വിഭാഗം വക്താവുമായ യുവ നേതാവ് JS അഖിലിനെ മാധ്യമ വിഭാഗം വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് അഡ്മിനായ ഗ്രൂപ്പിൽ നിന്നാണ് അഖിലിനെ പുറത്താക്കിയത്. സ്വന്തമായി ലൈക്കും കമന്റും സൃഷ്ടിക്കാൻ കഴിയുന്നവർക്ക് ഇന്ന് കോൺഗ്രസിൽ സ്ഥാനമുള്ളൂ എന്നും അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നേതാക്കളെ ആർക്കും വേണ്ടെന്നും അഖിൽ ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. ഇതാണ് അവരെ ചൊടിപ്പിച്ചത്. ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ലക്ഷ്യം വെച്ചുള്ള ഒളിയമ്പാണ് അഖിലിന്റെ പരാമർശമെന്ന വിമർശനം ഉയർന്നിരുന്നു. ഇതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നാണ് സൂചന. നേരത്തെ ഷാഫി പറമ്പിൽ KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ അതേ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ആയിരുന്നു അഖിൽ. അന്ന് ഇരുവരും ഉമ്മൻചാണ്ടിയോടൊപ്പം നിലയുറപ്പിച്ചിരുന്നെങ്കിലും ഷാഫിയുമായി അഖിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നാണ് പാർട്ടിക്കുള്ളിലെ അടക്കം പറച്ചിൽ. ഷാഫി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദം ഒഴിഞ്ഞപ്പോൾ പിൻഗാമിയായി അഖിലിനെ പരിഗണിക്കാനുള്ള തീരുമാനം A ഗ്രൂപ്പ് കൈക്കൊണ്ടിരുന്നു എങ്കിലും VD സതീശന്റെ പിന്തുണയോടെ ഷാഫി പറമ്പിൽ ആ നീക്കം പൊളിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി അഖിലിന്റെ പേര് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നുവെങ്കിലും രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിൽ അത് തെറിക്കുകയായിരുന്നു എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ പുറത്തു കേൾക്കുന്ന വിവരം. സുധാകരനും സതീശനും KPCC നേതൃത്വം ഏറ്റെടുത്തിട്ടും ഇരുപക്ഷത്തും നിലയുറപ്പിക്കാതെ പഴയ ഉമ്മൻചാണ്ടി പക്ഷത്തിനൊപ്പം നിന്നതാണ് അഖിലിനോട് ചിലർക്ക് വിരോധമുണ്ടാകാൻ കാരണമെന്നും അഖിലിനെതിരെ നടപടിക്ക് തക്കം പാർത്തിരിക്കുകയായിരുന്നു എന്നും ചാണ്ടി ഉമ്മനെ അനുകൂലിക്കുന്ന യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാൾ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും തനിക്കെതിരെ പ്രതികാര നടപടിയുമായി നേതൃത്വം മുന്നോട്ട് പോകുന്നതിനെ കാര്യമാക്കുന്നില്ല എന്നും പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകുമെന്നുമാണ് അഖിലിന്റെ നിലപാട്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് മാധ്യമ വിഭാഗം വക്താവായിരുന്ന ഷമ മുഹമ്മദിനെ കഴിഞ്ഞ ദിവസം ഇതേ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതേ രീതിയാണ് ഇപ്പോൾ അഖിലിനെതിരെയും സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ നേതൃത്വത്തോടിടഞ്ഞ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ ജനസ്വാധീനമുള്ള കോൺഗ്രസ് നേതാവ് MA ലത്തീഫിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഏകദേശം 1.5 വർഷത്തോളം MA ലത്തീഫ് പുറത്തു നിന്നു. ശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് MM ഹസൻ KPCCയുടെ താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തിരികെ എടുത്തെങ്കിലും സമ്മർദ്ദത്തിലൊന്ന് വീണ്ടും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ജില്ലയിലെ വിശ്വസ്തരിൽ ഒരാളായിരുന്നു ലത്തീഫ്.